നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ഈ ഒരു സമയം ഏതോ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ മുമ്പും ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ അവിടെ നിങ്ങളെടുത്തിരുന്ന ആ ഒരു തീരുമാനം തെറ്റായിരുന്നു എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനാൽ തന്നെ ഇനിയും അത്തരമൊരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതെ ആ ഒരു കാര്യത്തിൽ ഉറച്ച ഒരു തീരുമാനം എടുത്തുകൊണ്ട് വളരെയധികം സംതൃപ്തിയോടെ മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിലേക്ക് ചില തിരിച്ചറിവുകൾ വന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ സാഹചര്യത്തെക്കുറിച്ചോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ അറിയരുത് എന്ന് കരുതി മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു കാര്യം മറനീക്കി പുറത്തു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് പോസിറ്റീവ് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട്. അതിലൂടെ പ്രപഞ്ചത്തിലുള്ള നിങ്ങളുടെ വിശ്വാസം, ഈശ്വരനിലുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ ചില ചിന്താഗതികൾ, അത്തരത്തിൽ ഏതെങ്കിലും തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയമാണ്. അതിനാൽ തന്നെ നന്നായിട്ട് പരിശ്രമിച്ചാൽ അവിടെ നിങ്ങൾക്ക് ഒരു വിജയം വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഈ ഒരു മാനസികാവസ്ഥയിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കാണാനോ അറിയാനോ നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൽ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാത്തിനെയും ഒരു അലസതയോടെ സമീപിക്കുന്ന, ചുറ്റുമുള്ളതിനെ ശ്രദ്ധിക്കാതെ ഏതോ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. എല്ലാവർക്കും ഈ ഒരു സാഹചര്യം ശരിയാവണമെന്നില്ല. എന്നാലും ഇത്തരമൊരു എനർജിയിലാണ് പലരും ഇരിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അത്തരം സങ്കടങ്ങളിൽ നിന്നും നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾ സ്വയം പുറത്തേക്ക് വരണം എന്ന്. കാരണം ഈ ഒരു അവസ്ഥ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ധാരാളം മാർഗങ്ങളുണ്ട്. എന്നാൽ അതിനെ കാണണമെങ്കിൽ അല്ലെങ്കിൽ അതിനെ നിങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഇരുട്ടിനെ, അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം വന്ന് ചേരും. പ്രപഞ്ചം പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് നൽകി നിങ്ങൾക്കൊരു സഹായം നൽകും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും നിങ്ങളെ എതിർക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് മത്സരിക്കാനായിട്ട് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്താവാം, അതല്ലെങ്കിൽ ബിസിനസ്സിലാവാം. ഒരുപക്ഷെ മുമ്പ് അത്തരം ആളുകളെ നിങ്ങൾ കണക്കിലെടുത്തിരുന്നില്ലായിരിക്കാം. എന്നാൽ ഇനി അത്തരം ആളുകളെ ചെറുത്ത് നിൽക്കാനായിട്ട് നിങ്ങളിൽ പലരും തീരുമാനിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ നേരിടാൻ പലരും തയ്യാറാവുന്ന ഒരു എനർജിയാണ് കാണുന്നത്.
ഒരുപക്ഷെ അത്തരം ആളുകൾ മൂലം പല വിധത്തിലുള്ള മാനസിക വെല്ലുവിളികളും മാനസിക പിരിമുറുക്കങ്ങളും നിങ്ങളിപ്പോൾ നേരിടുന്നുണ്ടാവാം. കൂടാതെ അതുമൂലം നിങ്ങൾ ഒരു മത്സരബുദ്ധി ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കേണ്ട എന്ന ഒരു തീരുമാനം പലരും എടുക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരോട് ചെറിയൊരു അകലം പാലിച്ചു നിൽക്കാൻ നിങ്ങളിൽ പലരും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിക്കുന്നതിലായാലും നിങ്ങളുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നതിലായാലുമൊക്കെ വളരെയധികം പ്രാധാന്യം നൽകാനായിട്ട് പലരും തയ്യാറാവുന്നുണ്ട്. അതേപോലെ തന്നെ വളരെയധികം അറിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. നിങ്ങളിലെ ആ ഒരു അറിവ് മറ്റുള്ളവരിലേക്കും പകർന്ന് കൊടുക്കാനുള്ള ഒരു കഴിവിലേക്ക് പലരും നീങ്ങുന്നുണ്ട്. അതുപോലെ ഏതൊരു കാര്യത്തിനും നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിലെ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട്. കൂടാതെ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ വളരെ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്നതിനും പറയുന്നതിനും മുൻപായിട്ട് അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ടും ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിലനിന്നിരുന്ന പ്രതികൂലമായിട്ടുള്ള ആ ഒരു ഘട്ടം അത് അവസാനിച്ച് അവിടെ നല്ല മാറ്റത്തിൻ്റെ പ്രതീക്ഷയുടെയൊക്കെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.